നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ ശക്തമാക്കും. അടുത്ത ആഴ്ച മുതൽ എല്ലാ ജില്ലകളിലും പ്രത്യേക സ്ക്വാഡ് രൂപവൽക്കരിച്ചാകും പരിശോധനകൾ. രാത്രികാല പരിശോധനയും ഉണ്ടാകും. തട്ടുകടകൾ കേന്ദ്രീകരിച്ചും കർശന പരിശോധനകൾ നടത്താൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ഭക്ഷ്യ എണ്ണകൾ, നെയ്യ്, ശർക്കര, പാൽ ഉൽപ്പന്നങ്ങൾ, പായസ മിശ്രിതം, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, വിവിധതരം ചിപ്സ്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുക. ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലായിരിക്കും ജില്ല തിരിച്ചുള്ള സ്ക്വാഡ് രൂപവൽക്കരിക്കുക. ജില്ലാതലത്തിൽ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാരും മേഖലാതലത്തിൽ ഡെപ്യൂട്ടി കമ്മീഷണർമാരും പരിശോധനകൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തും. വെളിച്ചെണ്ണയിലെ തട്ടിപ്പ് തടയാൻ 1 മാസത്തിനിടെ 1014 പരിശോധനകൾ നടത്തിയതായും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിവിധ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ 17,000-ഓളം ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടിച്ചെടുത്തു. 469 സാമ്പിളുകൾ ശേഖരിച്ച് നടപടികൾ സ്വീകരിച്ചു. 25 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കേരസൂര്യ, കേരഹരിതം, കുട്ടനാടൻ കേര തുടങ്ങിയ പേരിലുള്ള വെളിച്ചെണ്ണ നിർമ്മാതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. 331 സ്ഥാപനങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തു. 1613 സ്ഥാപനങ്ങളിൽ നിന്ന് 63 ലക്ഷം രൂപയുടെ പിഴ ഈടാക്കി.